നമ്മളിന്ന് ഗണിതത്തിന്റെ ക്ലാസ് ആണ്. സാറ് തകഴി യുപിയിലെ അധ്യാപകനാണ്. സാറ് വളരെ യുഎസ്എസിന് പ്രാധാന്യം നൽകുന്ന ഒരു ഭാഗം തന്നെയാണ് ഇന്ന് എടുക്കുന്നത്. വരുന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് സാർ എടുക്കുന്നത്. മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. സാറോട് സംശയങ്ങളൊക്കെ ചോദിക്കുക. ചോദിക്കുന്ന സമയത്ത് മാത്രം മൈക്ക് ഓൺ ആക്കി വെക്കുക. ഉടനെ തന്നെ മൈക്ക് എല്ലാവരും കൂടി ചോദിക്കരുത്. അപ്പൊ ആ ചോദിക്കുന്ന ചോദ്യം എന്താ എന്നുള്ളത് മറ്റുള്ളവർക്കും കൂടി കേൾക്കാത്ത അവസ്ഥയാവും. അതെ, മക്കളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി സാറ് പറയുന്നത് കേൾക്കുക. എന്നിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാഷോട് അതിന് ശേഷം ചോദിക്കുക. പിന്നെ സാറ് അയക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജേഷ് സാർ സ്വാഗതം ചെയ്യുന്നു. റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ, വർഗവും വർഗമൂലവും, സ്ക്വയർസ് ആൻഡ് സ്ക്വയർ റൂട്ട് രണ്ട് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് യുഎസ്എസിന് വേണ്ടുന്ന ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ. കുഴപ്പമില്ലെന്ന് അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ? വിഷയമില്ലല്ലോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗം? പൂർണ്ണവർഗം അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നിങ്ങളോടുള്ള ഒന്നാമത്തെ നമ്മുടെ ഒരു ചോദ്യമാണ്. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? നിങ്ങൾ കുറച്ച് പെർഫെക്റ്റ് സ്ക്വയറുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പൂർണ്ണവർഗം അഥവാ പെർഫെക്റ്റ് സ്ക്വയർ ബോർഡിലില്ല. സർ ക്ലിയർ കുറവാ. കുറച്ച് സൗണ്ട് കൂട്ടി പറയാമോ? പറയാം. പൂർണ്ണവർഗങ്ങൾ ഇപ്പൊ ഒന്നിന്റെ സ്ക്വയർ ഒന്നിനെ ഒന്നോണ്ട് ഗുണിച്ചാൽ ഒന്ന് തന്നെ. ഒന്നിന്റെ സ്ക്വയർ ഒന്ന് തന്നെ. രണ്ടിന്റെ വർഗം അല്ലെങ്കിൽ രണ്ടിന്റെ സ്ക്വയർ 2 ഗുണം 2 4. മൂന്നിന്റെ സ്ക്വയർ 9. നാലിന്റെ സ്ക്വയർ 16. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ വിളിക്കുന്ന പേരാണ് 1 4 9 16, അടുത്തത് 25 36. അങ്ങനെ എഴുതുന്ന സംഖ്യകളെ വിളിക്കുന്നവരാണ് പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുന്നത്. പൂർണ്ണവർഗങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? പെർഫെക്റ്റ് സ്ക്വയർ. യെസ് സർ. അപ്പം മക്കളെ പൂർണ്ണ കേൾക്കാവോ? സൗണ്ട് കുഴപ്പമുണ്ടെങ്കിൽ പറയണം. പൂർണ്ണവർഗങ്ങള് കണ്ടുപിടിക്കാൻ നിങ്ങൾ 1 മുതൽ 25 വരെയുള്ള സംഖ്യകള് പൂർണ്ണവർഗ സംഖ്യകൾ എഴുതുക. 1 മുതൽ 25 വരെ 1 2 3 4 അങ്ങനെ 25 വരെ എഴുതിയിട്ട് ഇപ്പൊ വേണ്ട. ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു വർക്കായിട്ട് നിങ്ങൾ ചെയ്തു നോക്കണം. 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്ത് ആ സ്ക്വയറിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് സ്ക്വയറിന്റെ യൂണിറ്റ് പ്ലേസിൽ ഒരിക്കലും വരാത്ത ചില സംഖ്യകളുണ്ട്. ഒരിക്കലും വരാത്ത സംഖ്യകൾ. ആ സംഖ്യകൾ യൂണിറ്റ് പ്ലേസിൽ വന്നാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ആ എഴുതുന്ന സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഇപ്പൊ ഒരു സംഖ്യയുടെ യൂണിറ്റ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് 2 3 7 8 ഇത് ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ യൂണിറ്റ് പ്ലേസിൽ 2 3 7 8 എന്നീ സംഖ്യകൾ വന്നാൽ നമുക്ക് എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഒരു സംഖ്യ ഞാനൊരു ക്വസ്റ്റ്യൻ പോലെ പറയാം. ഇപ്പം ഇങ്ങനത്തെ വലിയ സംഖ്യ ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ യുഎസ്എസിന്റെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ.
താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഖ്യയാണ് പൂർണ്ണവർഗം അത് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ എളുപ്പവഴിയാണ് ഇതിന്റെ യൂണിറ്റ് പ്ലേസിലേക്ക് നോക്കുക. യൂണിറ്റ് നിങ്ങൾക്ക് കണ്ണുടച്ച് പറയാം ഇതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അതുപോലെ തന്നെ 3 വന്നാലും 7 വന്നാലും 8 വന്നാലും നമുക്ക് ഉറപ്പിക്കാം അത് പെർഫെക്റ്റ് സ്ക്വയർ ആകില്ല. ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് അറിയാം. ഒന്നാമത്തെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ പൂർണ്ണവർഗ സംഖ്യകളുടെ യൂണിറ്റ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് സാർ ക്ലിയർ ഇല്ല. ക്ലിയർ ആണോ? സർ ക്ലിയർ ഇല്ല. ഓക്കെ, ഇപ്പോഴോ? ഇല്ല സർ. ഇല്ല സാർ. സാർ ഒരു എക്കോ വരുന്നു. ക്ലിയർ അല്ലേ? ഹലോ, കേൾക്കാം? കേക്കാം ക്ലിയർ സാർ. ആണോ ഇപ്പൊ? കേക്കാം. ഇത് ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. പറഞ്ഞ പോയിന്റ് ഇതാണ്, പെർഫെക്റ്റ് സ്ക്വയറുകളുടെ പൂർണ്ണവർഗത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 2, 3, 7, 8 വരത്തില്ല. യൂണിറ്റ് പ്ലേസ് 2, 3, 7, 8 ആണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആകില്ല എന്ന് ഉറപ്പിക്കാം. ഒന്ന് എഴുതി വെക്കണം, നോട്ട് ചെയ്യണം. ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് പ്ലേസിൽ ചിലർക്ക് ക്ലിയർ ആവാത്തത് ഇവിടുത്തെ വിഷയമല്ല, നിങ്ങളുടെ നെറ്റിന്റെ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും. നിലവിൽ നമുക്ക് സർ ഒരു പൂർണ്ണസംഖ്യയുടെ പൂർണ്ണവർഗം പെർഫെക്റ്റ് സ്ക്വയർ ഇപ്പം ഞാനിവിടെ ബോർഡിൽ 5-6 സംഖ്യ, ഇപ്പം ഇതൊരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഈ നമ്പർ ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകില്ല. സാർ ബോർഡ് ക്ലിയർ അല്ല. ഓക്കെ, ബോർഡ് ക്ലിയർ ആക്കാം. അത് ഞാൻ പിടിക്കാം. ഈ നമ്പറുകളിൽ 2 നമ്പറാണ് എഴുതിയേക്കുന്നത്, 2342, 75,497. ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 2ഉം 7ഉം ആയതുകൊണ്ട്, അതുപോലെ അടുത്ത് വരുവാണെങ്കിൽ ഇനി 8, ഇവിടെ 8 വന്നാലോ, ഇവിടെ 3 വന്നാലോ, ഇവിടെ 2 വന്നാലോ, ടു 3 4 അതിലല്ല, യൂണിറ്റ് പ്ലേസ് മാത്രം നോക്കുക. യൂണിറ്റ് പ്ലേസിൽ ഒറ്റ പോയിന്റ് പറഞ്ഞത് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ യൂണിറ്റ് പ്ലേസിൽ 2, 3, 7, 8 ഈ നമ്പറുകൾ വരത്തില്ല. ഈ നമ്പർ വന്നാൽ നമുക്ക് യൂണിറ്റ് പ്ലേസ് ഈ നമ്പർ എന്താണെന്ന് പറയാം. പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ 2, 3, 7, 8 എന്നിവ വന്നാൽ നമുക്ക് ഉറപ്പിക്കാം അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല.
മനസ്സിലായോ? മനസ്സിലായി സർ. ആ സർ മനസ്സിലായി. നമുക്ക് അടുത്ത രണ്ടാമത്തെ പെർഫെക്റ്റ് സ്ക്വയർ കണ്ടെത്താനുള്ള അടുത്ത മാർഗമാണ് സർ ക്ലിയർ ആവുന്നില്ല. നമ്പേഴ്സ് ഉണ്ട്. 5 എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ്. 5 എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ്, അതായത് 5, 25, 35, 45, 55. ഈ നമ്പേഴ്സിനെല്ലാം നമ്മൾ 5 എൻഡ് ചെയ്യുന്നത്. എൻഡിങ് നമ്പർ 5 5, 25, 35, 45. ഈ നമ്പേഴ്സ് ഇതിന്റെ എല്ലാം സ്ക്വയറിന്റെ ലാസ്റ്റ് 25 ആയിരിക്കും. യൂണിറ്റ് പ്ലേസും 10ന്റെ പ്ലേസും 25 തന്നെ ആയിരിക്കും. സാർ ഒന്നുകൂടി പറയോ? പറയാം. 5ന്റെ സ്ക്വയറിന്റെ 25, 15ന്റെ സ്ക്വയർ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രമേ ഞാൻ പറയുന്നത് 25. സ്ക്വയറിന്റെ എല്ലാത്തിന്റെയും സ്ക്വയറുകളുടെ ലാസ്റ്റ് 2 ഡിജിറ്റ് എൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയി? ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചോളാം. ഈ 15ന്റെ സ്ക്വയറിന്റെ ബാക്കി കണ്ടുപിടിക്കാൻ പോണം. എന്ന് പറഞ്ഞ ഒന്നല്ലേ ഇവിടെ വന്നേക്കുന്ന 10ന്റെ പ്ലേസ് 1 ആണ്. നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 1ന്റെ അടുത്ത നമ്പർ 1 കഴിഞ്ഞാൽ 2 അല്ലേ വരുന്നത്? 1 into 2, 2. 1 into 2 ആണ് ഈ 2 വന്നത്. കണ്ടോ? അപ്പൊ ഉത്തരം 225. അടുത്ത 2 ആണ് 25ന്റെ അടുത്ത നമ്പർ. അതായത് 10ന്റെ പ്ലസ് 2 ആണ്. 2 കഴിഞ്ഞ് വരുന്ന നമ്പർ 3. 2 into 3, 6. 625. 3 കഴിഞ്ഞ് വരുന്ന നമ്പർ 1225 ആണ്. 4 കഴിഞ്ഞ് വരുന്ന നമ്പർ 4ന്റെ നെക്സ്റ്റ് നമ്പർ 5. 5 കഴിഞ്ഞ് വരുന്ന നമ്പർ 6. 6 into 5, 30. ഇതിങ്ങനെ തുടർന്ന് പോകും. ഒന്നുകൂടെ പറയാം. സാർ ക്ലിയർ അല്ല സാർ. പിടിക്കാം. ഓക്കെ. 5ന്റെ സ്ക്വയർ 25, 15ന്റെ സ്ക്വയർ 225, 25ന്റെ സ്ക്വയർ 625, 35ന്റെ സ്ക്വയർ 1225, 45ന്റെ സ്ക്വയർ 2025, 55ന്റെ സ്ക്വയർ 3025. ഇനി 65 അങ്ങനെ സർ ക്ലിയർ അല്ല. ക്ലിയർ അല്ല സാർ. പറയാം. 5ന്റെ സ്ക്വയർ 25. കേൾക്കാൻ പറ്റുന്നുണ്ടോ? 5ന്റെ സ്ക്വയർ 25. കേൾക്കാൻ പറ്റുന്നുണ്ട്. ആണെന്നാണ് പറയുന്നത്. 5ന്റെ സ്ക്വയർ 25, 15ന്റെ സ്ക്വയർ 225, സ്ക്വയർ 25,
15ന്റെ സ്കോർ 225, 25ന്റെ സ്കോർ 625, സ്കോർ 45ന്റെ സ്കോർ 2025, 55ന്റെ സ്കോർ 3025. അപ്പൊ നമ്മള് QSS ഓറിയന്റഡ് ആയിട്ട് പറയുമ്പോൾ വെക്കേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മളിപ്പോ പറഞ്ഞത്. 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കും. ഇപ്പൊ 107 എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്? 105, 115 എന്നൊക്കെ വരുമ്പോ എങ്ങനെയാ ചെയ്യുന്നത്? അതിലേക്ക് നല്ലൊരു ചോദ്യമാണ്. ഇതിപ്പോ 105ന്റെ സ്ക്വയർ, 105ന്റെ സ്ക്വയർ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 25 തന്നെ. കഴിഞ്ഞ് വരുന്ന നമ്പർ 10 × 11, 110. ഇതാണ് ഉത്തരം. മുന്നോട്ട് പോവാ. ഓക്കെ സർ. ഓക്കെ, ഞാൻ ഇത് നമ്മുടെ ക്ലാസ്, ഈ ക്ലാസ്സിൽ USS ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വരുമ്പോ സൗണ്ട് കുറച്ച് വരുമ്പോ നമുക്കിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ്. ഒന്നാമത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2, 3, 7, 8 വന്നാൽ ഒന്നടച്ച് പറയാം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നമ്മളിപ്പോ സംസാരിച്ചത് വെറുതെ ഒരു 5 വന്നാൽ പറ്റത്തില്ല. 10ന്റെ പ്ലേസിൽ 2 തന്നെ പറഞ്ഞു. അതായത് ലാസ്റ്റ് രണ്ടക്കം 25 ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആകാം, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോ ഈ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയും പഠിച്ചു. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ഇതുവരെ പഠിച്ചത്. ഒന്ന് 2, 3, 7, 8. 2, 3, 7, 8 ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുത്തില്ല. രണ്ടാമത്തെ കാര്യം 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ, എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴികളാണ് പറഞ്ഞത്. ഓർത്തു വെക്കുക. സർ, 5ലുള്ള 5 ലാസ്റ്റ് വരുമ്പോ എല്ലാ സംഖ്യയിലും 5 ലാസ്റ്റ് വരുമ്പോ 25 വരാന് 25 വരത്തുള്ളൂ. ഉറപ്പായിട്ടും 25 വരത്തുള്ളൂ. അത് 5ന് മാത്രല്ലേ? 5ന് മാത്രം. ഒരു പരിവാണ്, അതിലേക്ക് വരാം. അതിലിപ്പോ 5ന്റെ കാര്യം നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ 5 വരുമ്പോ അങ്ങനെ 25 വരുന്നത്? 5ന്റെ അതിന്റെ 0 വേണല്ലോ. 5ന് ഇപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 5ന്റെ എന്താണ് 10ന്റെ പ്ലേസ് ആരാണ്? 0 ആണ്. 0 × 1 0 അല്ലേ? നമുക്ക് USS ഓറിയന്റഡ് ആയിട്ട് പറയുമ്പോൾ 10ന്റെ പ്ലേസ് 2 വരണം. 10ന്റെ പ്ലേസ് 2 വന്നാലേ പറ്റൂ. 25 ആയാലേ പറ്റൂ. സാറേ, ലാസ്റ്റ് 25 വരുന്ന എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല, എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നമുക്കിപ്പോ USSന്റെ ക്വസ്റ്റ്യനകത്ത് ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്നത് പെർഫെക്റ്റ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണെന്ന് ഓർത്തോണം. നമുക്കത് വിശാലമായി പറയേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ USS ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഇതിനകത്തുനിന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കും. താഴെ കൊടുത്തിരിക്കുന്നതിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയത് ഏതെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഈ ചോദ്യത്തെ ഫേസ് ചെയ്യാൻ വേണ്ടിയുള്ള സഹായിക്കുന്ന 2 കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്ന്, താഴെ കൊടുത്തിരിക്കുന്ന, അപ്പൊ ആ ഓപ്ഷനിലുള്ള 4 ഓപ്ഷനിലുള്ള നമ്പേഴ്സിന്റെ യൂണിറ്റ് പ്ലേസ് 2, 3, 7, 8 ആണോ എന്ന് നോക്കണം. 2, 3, 7, 8 ആണ്. ഒരിക്കലും അവർ ആരാവത്തില്ല, പെർഫെക്റ്റ് സ്കോർ ആകില്ല എന്ന് നിങ്ങൾക്ക് അവരെ ഉറപ്പിക്കാം. എന്നിട്ട് ബാക്കി ഓപ്ഷനിലേക്ക് പോയാൽ മതി. രണ്ടാമത് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്
USS വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. താഴെ കൊടുത്തിരിക്കുന്ന പിന്നെ കുറെ നമ്പേഴ്സുകൾ, ഒരു 4 ഓപ്ഷൻ ABCD എന്ന് പറയുന്ന 4 ഓപ്ഷനിൽ വലിയ നമ്പേഴ്സ് ആയിരിക്കും തരുന്നത്. ഒരു 5 അക്കം 6 അക്കം ഉള്ള 6 ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സ് തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ചോദ്യം. അതിനകത്തുനിന്ന് പെർഫെക്റ്റ് സ്ക്വയറിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പെർഫെക്റ്റ് സ്ക്വയറിനെ കണ്ടെത്തണമെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സുകളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ 2 പോയിന്റ്. ഒന്ന്, വെറുതെ ഒരു 5 വന്നാലും നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഉറപ്പിച്ചോളുക, അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഒരു 5 മാത്രം, 2 വന്നാൽ മാത്രമേ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് പിന്നെ ചെക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. മനസ്സിലായോ? 2 3 7 8 യൂണിറ്റ് പ്ലേസ് വന്നാൽ നിങ്ങൾക്ക് കണ്ണുടച്ച് പറയാം ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഇത് രണ്ട് പോയിന്റ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. 2 പോയിന്റ് ഹെൽപ്പ് ചെയ്യാനുള്ള പോയിന്റ് ആണ്. 2 പോയിന്റ് ആണ് ഞാൻ പറഞ്ഞുള്ളൂ. 5 എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ 10th പ്ലേസ് 2 വരണം. അതായത് 25 ലാസ്റ്റ് വന്നാൽ മാത്രമേ പെർഫെക്റ്റ് സ്ക്വയർ ആകുകയുള്ളൂ. സ്ക്വയർ ആണെന്ന് ഞാൻ പറഞ്ഞില്ല. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് 25 ആയിരിക്കും. അപ്പൊ 2 കാര്യങ്ങളാണ്, 2 പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. മൂന്നാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോവാണ്. ഞാൻ ആദ്യത്തെ പെർഫെക്റ്റ് സ്ക്വയർ 1 ആണ്, രണ്ടാമത്തെ പെർഫെക്റ്റ് സ്ക്വയർ 4 ആണ്, 9 16 25 36 49. അപ്പം ആദ്യത്തെ 7 എഴുതി. അടുത്തത് 8ന്റെ 64 8 9 81 100. അപ്പൊ ഞാൻ ആദ്യത്തെ 10 പെർഫെക്റ്റ് സ്ക്വയറുകളാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്കുള്ള എളുപ്പവഴി ട്രിക്കാണ് ഈ പറഞ്ഞു തരുന്നത്. ഈ ഡിജിറ്റ്സിന്റെ, ഈ അക്കങ്ങളുടെ, ഇപ്പൊ 1ന്റെ ഡിജിറ്റിന്റെ സം എന്ന് പറയുന്ന അക്കങ്ങളുടെ തുക 1 തന്നെയാണ്. 4 ഒറ്റയൊക്കെ വേണ്ട 4 9. ഇതാണ്ട് ഇതിന്റെ ഡിജിറ്റ് സം, അക്കങ്ങളുടെ തുക 1 6 കൂട്ടിയാൽ 7, ഇതിന്റെ 7, ഇതിന്റെ 9. ഇത് നോക്കിയേ, 9 4 13, 13ന്റെ കൂട്ടിയാൽ 4. കണ്ടോ? 49ന്റെ ഡിജിറ്റ് സം ഒറ്റ ഡിജിറ്റിലേക്ക് മാറ്റുമ്പോ 49ന്റെ ഡിജിറ്റ് സം 1 9 4 13, 13ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 4. ഇവിടെ 6 4 10, 1 ഡിജിറ്റ് സം 1, ഇവിടെ ഡിജിറ്റ് സം 9, ഇവിടുത്തെ ഡിജിറ്റ് സം 1. അപ്പം ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ചിലര് ആൻസർ എഴുതുന്നുണ്ടായിരുന്നു, നല്ലോണം മിടുക്കലായിട്ടുള്ളവർ കുറച്ച് പേര് ആൻസർ എഴുതി കാണിക്കുന്നുണ്ട്. 1947 കൊള്ളാം. അങ്ങനെ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഡിജിറ്റ് സം ഓർത്താ മതി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് 1947. അപ്പൊ 1947. ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയത് നോക്കാൻ അല്ലെങ്കിൽ ആവാത്തത് നോക്കാനാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഡിജിറ്റ് സം കൂട്ടി നോക്കണം. ഡിജിറ്റ് സം 1 ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആവാം. 1 അല്ലെങ്കിൽ 9 4 7 1 9 4 7 ഇതിലല്ലാത്ത ഡിജിറ്റ് സം വന്നാൽ 1 വരുന്നില്ല, 9 വരുന്നില്ല, 4 വരുന്നില്ല, 7 വരുന്നില്ല, അല്ലാത്തതാണെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ കട്ട് ചെയ്യാം. അത് പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഇത് ഒരു മാർക്കിന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം താഴെ കൊടുത്തിരിക്കുന്നതിൽ പെർഫെക്റ്റ് സ്ക്വയറിനെ നോക്കാൻ, പെർഫെക്റ്റ് സ്ക്വയറിനെ ഫൈൻഡ് ദ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയറിനെ കണ്ടുപിടിക്കാൻ. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നിങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 2 3 7 8 യൂണിറ്റ് പ്ലേസിൽ വരരുത്. 2 3 7 8 വന്നാൽ അത് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 2 3 7 8 വന്നാൽ നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. രണ്ടാമത് 5ന്റെ വരുന്നത്, 5ന്റെ വരുമ്പോ
ഒരു കാര്യം കൊണ്ട് ഇതിനകത്ത് പറയാറുണ്ട്. 25 വരുമ്പോൾ ആണ് പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത്, അത് ഞാൻ പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് സമ്മ്, ഡിജിറ്റ് സമ്മ് 1947 1947 ആയിരിക്കണം. ഇനിയുള്ളത് ഇതിന്റെ ലാസ്റ്റ് വരുന്ന സീറോകളുടെ എണ്ണം. ഇതിന്റെ ലാസ്റ്റ് വരുന്ന സീറോകളുടെ എണ്ണം ഇപ്പം ഇതിപ്പോ ഒരു സീറോ ഉള്ളെങ്കിലോ 3 സീറോ ഉണ്ടെങ്കിലോ, അതായത് സീറോകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിലും നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ലാസ്റ്റ് വന്നിരിക്കുന്ന എൻഡിൽ വന്നിരിക്കുന്ന സീറോകളുടെ എണ്ണം എപ്പോഴും പെർഫെക്റ്റ് സ്ക്വയറിന് ഈവൻ ആയിരിക്കണം. 4 സീറോ വരാം, 6 സീറോ വരാം. 3 സീറോ 5 സീറോ ഒന്നും എന്ത് ചെയ്യരുത്, യൂണിറ്റ് പ്ലേസ്. അതായത് ഇങ്ങോട്ട് വരുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഒരു നമ്പറിന്റെ എൻഡിൽ വരുമ്പോൾ, അത് നമുക്ക് സാധാരണ USSന് ചോദിച്ച് കാണുന്നില്ല, എങ്കിലും ഞാൻ അതിന്റെ എല്ലാ റൂളുകളും കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. പെർഫെക്റ്റ് സ്ക്വയർ ആവാത്തത് നമ്പേഴ്സുകളെ കുറിച്ച് 1682 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 1682. ലാസ്റ്റ് വന്നേക്കുന്നത് എന്താണ്? യൂണിറ്റ് പ്ലേസ്മെന്റ് 2 വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആകുമോ? കണ്ണുടച്ച് പറയാം, ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പം നമുക്ക് പിന്നെ നിങ്ങളിത് USS പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. ഈ പെർഫെക്റ്റ് സ്ക്വയറുകൾ, അത് ചില നമ്പർ, അതായത് യൂണിറ്റ് പ്ലേസിൻ്റെത് 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ വെറുതെ എഴുതിയിട്ട് വേറെ ആരും നിങ്ങളെ നിർബന്ധം. അതിനകത്ത് കുറെ പ്രത്യേകതകളുണ്ട്. സംഖ്യകൾ മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. അപ്പോൾ നിങ്ങൾ കുറെ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. നല്ല രസമായിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരുപാട് പ്രത്യേകതകൾ 25 വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയറുകൾക്കുണ്ട്. 1 മുതൽ 25 വരെയുള്ള. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഈ പെർഫെക്റ്റ് സ്ക്വയറുകളിലെ തന്നെ പിന്നെ സ്ക്വയർസ് ആൻഡ് സ്ക്വയർ റൂട്ടിൽ നിന്ന് മാറി റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, ആവർത്തന ഗുണനം എന്ന് പറഞ്ഞ ചാപ്റ്ററില് ഇപ്പം 5⁻100 ഈ സംഖ്യയുടെ യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? യൂണിറ്റ് പ്ലേസ് 5⁻200ന്റെ 5 തന്നെ ആയിരിക്കും. നമുക്ക് 5 ആയിരിക്കും. 1⁻347 ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 1⁻347ന്റെ ഉത്തരം 1 തന്നെ ആയിരിക്കും. 256⁸898 ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 6 തന്നെ ആയിരിക്കും. 0⁻567 ഇതിന്റെ എന്തായിരിക്കും യൂണിറ്റ് പ്ലേസ്? 0. ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ 5,160 വന്നാൽ 5,160 വന്നാൽ അതിന്റെ എത്ര വലിയ പവറുകൾ വന്നാലും ആ നമ്പർ എൻഡ് ചെയ്യുന്നത് അതിന്റെ യൂണിറ്റ് പ്ലേസ് 5-ലും 1-ലും 6-ലും 0-ലും മാത്രമേ എൻഡ് ചെയ്യത്തുള്ളൂ. ഇപ്പുറത്ത് 5,160 വന്നാൽ ഇപ്പുറത്തും 5,160 ആയിരിക്കും. ഒന്നാമത് നോട്ട് ചെയ്യേണ്ട സാധനമാണ്. എന്റെ ബോർഡ് ബുക്കിലോട്ട് നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 5-ല് വരുന്ന 5 എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ എത്ര വലിയ പവർ കണ്ടുപിടിച്ചാലും അത് 5-ൽ എൻഡ് ചെയ്യത്തുള്ളൂ. 1-ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ എത്ര വലിയ പവർ 347 കണ്ടുപിടിച്ചാലും അതിന്റെ യൂണിറ്റ് പ്ലേസ് 1-ലായിരിക്കും. ഉത്തരത്തിന്റെ യൂണിറ്റ് പ്ലേസ് 1-ലായിരിക്കും.
6ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ എത്ര വലിയ പവർ കണ്ടുപിടിച്ചാലും അത് 6ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ എത്ര വലിയ പവർ കണ്ടുപിടിച്ചാലും അത് 0ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇതാണ് നമ്മുടെ യൂണിറ്റ്. എന്താ മക്കളെ പറഞ്ഞുതരൂ? 2ന്റെ അതായത് ഇപ്പൊ ഇവിടെ 25 ആയാലും 625 ആയാലും റേസ് ടു എത്ര വന്നാലും ഇതിന്റെ പവർ എത്ര വലിയ പവർ വന്നാലും 200 ആയാലും 300 ആയാലും 400 ആയാലും ഇത് എൻഡ് ചെയ്യുന്നത് ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 5ലായിരിക്കും. 347 അതായത് ഇപ്പൊ ഇവിടെ എത്ര വലിയ നമ്പർ വന്നാലും 800 ആയാലും നമുക്ക് വേണ്ടത് യൂണിറ്റ് പ്ലേസ് മാത്രമാണ്. യൂണിറ്റ് പ്ലേസ് 1 ആണ്. പവർ എത്ര വലുതായാലും 1ലെ എൻഡ് ചെയ്യത്തുള്ളൂ. 6ന്റെ മുകളിൽ അതായത് 6ന്റെ പവറായിട്ട് 400 ഇത്രയും വലിയ പവർ വന്നാലും ആൻസർ അവസാനിക്കുന്നത് 6ൽ തന്നെയായിരിക്കും. ആണെങ്കിൽ എത്ര വലിയ പവർ വന്നാലും അത് 0ൽ തന്നെയായിരിക്കും എൻഡ് ചെയ്യുന്നത്. പറഞ്ഞത് യൂണിറ്റ് ഒറ്റ അതായത് ഒരു പിന്നെ ഏത് നമ്പറിന്റെയും അതായത് 0, 1, 5, 6 ഇവര് യൂണിറ്റ് പ്ലേസിലാണെങ്കിൽ ഇവരുടെ എത്ര വലിയ പവറിന്റെയും യൂണിറ്റ് പ്ലേസ് ഇവര് തന്നെയായിരിക്കും. there is no change. ഒരു ചേഞ്ചും ഇല്ല. 0ക്കും 1ഉം 5ഉം 6ഉം വന്നാൽ 0, 1, 5, 6 വന്നാൽ അവർക്ക് യാതൊരു ചേഞ്ചും ഇല്ല. അവരുടെ എത്ര വലിയ പവർ വന്നാലും അവർ അതിൽ തന്നെ എൻഡ് ചെയ്യത്തുള്ളൂ. യൂണിറ്റ് പ്ലേസ് അത് തന്നെ ആയിരിക്കും. 0യിലുള്ള നമ്പറിന്റെ യൂണിറ്റ് പ്ലേസ് സ്ക്വയർ കണ്ടുപിടിച്ചാലും എത്ര വന്നാലും അത് തന്നെ. 1 വന്നാൽ അത് തന്നെ, 5 വന്നാൽ അത് തന്നെ, 6 വന്നാൽ അത് തന്നെ. പറയട്ടെ എത്ര റൂള്? ഇനിയുള്ളത് നമുക്കുള്ളത് ഓക്കെ ആണ് പറയുന്നത് 4 raised to 1 4നെ ഒരു പ്രാവശ്യം ഗുണിക്കുക 4 തന്നെ. 4 raised to 2 ഓക്കെ 4 raised to 1 4 4 raised to 2 16 4 raised to 3 3 4 raised to 3 എന്ന് പറഞ്ഞാൽ 4 into 4 അതായത് 16 into 4 64 4 raised to 3 ആണ് ഞാനിവിടെ എഴുതി. 4 raised to 3 64 4 raised to 4 നോക്കാം. 4 raised to 64 into 4 256. നമുക്ക് ഇവിടെ വെച്ച് കൺക്ലൂഷനിൽ എത്താം. 3 ഇതെല്ലാം 4 ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. ഇരട്ട സംഖ്യകളാണെങ്കിൽ 6ലും ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. ചുരുക്കി പറയാം, പറയട്ടെ ഞാൻ 4ന്റെ നിങ്ങൾക്കിപ്പോ നമുക്കിപ്പം ഒരു ചോദ്യമായിരുന്നു 4ന്റെ പവറുകൾ. 4ന്റെ പവർ നിങ്ങൾ ജസ്റ്റ് എന്തോ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ബോർഡിലേക്ക് പോവാം. വേറെ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ഇതിനകത്ത്. ഒരു 4ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ പവർ നിങ്ങൾ ആദ്യം നോക്കുക. പവർ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്ന് തിരിച്ചറിയുക. സംഖ്യയാണോ എന്ന് നോക്കുക. ബുദ്ധിമുട്ടില്ലല്ലോ. 4ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ പവർ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? പവറാണ് നോക്കേണ്ടത്. 4ൽ എൻഡ് ചെയ്യുന്ന പറയാം 4ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഇങ്ങോട്ടുള്ള ചോദ്യം ക്ലിയർ ആവുന്നില്ല. ചോദിച്ച ആള് ചോദിച്ചത് എന്താണെന്ന് കേൾക്കാൻ പറ്റിയില്ല. അതിപ്പം 24 ആവാം, 44 ആവാം, 64 ആവാം, 4 ആവാം. അതിന്റെ പവറായിട്ട് 4ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ പവറായിട്ട്
എത്ര വലിയ നമ്പർ വന്നാലും വലിയ നമ്പറാണ് നമുക്ക് വരുന്നതെങ്കിലും അത് ഓഡ് നമ്പർ ആണെങ്കിൽ അത് 4 എൻഡ് ചെയ്യത്തുള്ളൂ. ഈവൻ ആണെങ്കിൽ അത് 6 എൻഡ് ചെയ്യും. 2 ആൻസറേ വരത്തുള്ളൂ. 4ന്റെ പവർ എത്ര വന്നാലും ഒറ്റസംഖ്യ ആണെങ്കിൽ പവർ ഒറ്റസംഖ്യ ആണെങ്കിൽ 4ലും പവർ ഇരട്ടസംഖ്യ ആണെങ്കിൽ എൻഡ് ചെയ്യും. ഇനി ബോർഡിലേക്ക് വരാം. സംഖ്യ ആണെങ്കിൽ റേസ്റ്റ് 1, 3 ഇതൊക്കെയാണ് 4. 4ന്റെ പവർ ഞാനിങ്ങനെ എഴുതാണ്. ഓടാണെങ്കിൽ ഒറ്റസംഖ്യ ആണെങ്കിൽ 4ൽ തന്നെ എൻഡ് ചെയ്യും. 4ന്റെ പവർ ഈവൻ ആണെങ്കിൽ 6ൽ എൻഡ് ചെയ്യും. മനസ്സിലായോ? 4ന്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ 4ലും പവർ ഈവൻ ആണെങ്കിൽ 6ലും എൻഡ് ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു നമ്പറാണ് 9. 9ന്റെ ഓഡ് പവർ ആണെങ്കിൽ 9 തന്നെ. പവർ ഈവൻ ആണെങ്കിൽ 1ലും എൻഡ് ചെയ്യും. 9ന്റെ ഓഡ് ആണെങ്കിൽ ഈവൻ ആണെങ്കിൽ 1ഉം എൻഡ് ചെയ്യും. ഇപ്പൊ ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ പറഞ്ഞ 4 പേരുണ്ട്. ആരൊക്കെയാണ്? 0, 1, 5, 6. ഇവര് വന്നാൽ വളരെ എളുപ്പമാണ്. പിന്നെ പറയുന്നത് 4ന്റെ ആണ്. 4 ഓഡ് ആണെങ്കിൽ 4 തന്നെ. 4ന്റെ മുകളിൽ ഈവൻ നമ്പർ ആണെങ്കിൽ പിന്നുള്ളതാണ് 9 ഓഡ് ആണെങ്കിൽ 9 തന്നെ. 9 ഈവൻ ആണെങ്കിൽ 1. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് 4ഉം 2ഉം 6 നമ്പേഴ്സ് ആണ് പഠിച്ചത്. 4 നമ്പർ. ആദ്യത്തെ 4 നമ്പർ എന്ന് പറയുന്നത് 0, 1, 5, 6. അവർക്ക് മാറ്റമൊന്നുമില്ല. അവര് വന്നിട്ട് എത്ര വലിയ പവർ വന്നാലും നമുക്ക് അത് സെയിം ആയിട്ട് അത് തന്നെ എഴുതാം. 9ന്റെ ഓഡ് ഇവന് നോക്കിയിട്ട് ചെയ്യണം. ഇനിയുള്ള 4 പേരുണ്ട്. 2, 3, 7, 8. 7, 8. അവർക്ക് 4 നമ്പറാണ് അവരുടെ പവറിനകത്ത് വരുന്നത്. 4 നമ്പർ. അപ്പൊ ആദ്യമേ നമുക്ക് 2ന്റെ പഠിച്ചതിന് ശേഷം ബാക്കി പറയാം. ശ്രദ്ധിച്ചിരുന്നോണോ? ഇനി ഇവിടെ വരെ പറഞ്ഞതെല്ലാം ഓക്കെ ആണോ? ഒറ്റയുടെ സ്ഥാനത്തെ അക്കമാണ്. ഒറ്റ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ. ഇനി നമ്മൾ 2ന്റെ ആദ്യത്തെ പവർ എഴുതുകയാണ്. 2 raised 1, 2 raised 2, 4. സർ 2 raised 1ന്റെ ഉത്തരം 2 അല്ലേ വരിക? 2 raised 1, 2. 2 raised 2, 4. നമുക്ക് യൂണിറ്റ് പ്ലേസ് മാത്രം മതി. നമ്മൾ 4 നമ്പർ കിട്ടി. 2, 4, 8, 6. ഇത് വീണ്ടും 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആണ് വരുന്നത്. പിന്നെ 4, പിന്നെ 8. ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കാം. ആയിട്ട് വരുന്നത് 2, 4, 8, 6 ആണ്. 2, 4, 8, 6. ഫസ്റ്റ് പവർ ഇത് മാത്രം പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ അതിന്റെ ബാലൻസ് ചെയ്ത് നിങ്ങൾ ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കണം.
നമുക്ക് ഇപ്പോഴത്തെ കേസ് ഇന്ന് ഇപ്പൊ നമുക്ക് ഇതിന്റെ പോയിന്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് മനസ്സിലേക്ക് ഹൃദയസ്ഥമാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ ഉപയോഗം ചെയ്യുന്ന ഒരു ട്രിക്കാണിത്. 1, 2^2, 2^3, 2^4. ഇതിന്റെ എല്ലാം പ്ലേസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2, 4, 8, 6. 2, 4, 8, 6 ആണ്. 2ന്റെ പവറുകളായി വരുന്നത് 2, 4, 8, 6 ആണ്. അതിനി എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കണം. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. 2^576ന്റെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ ആയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാവോ? ഇവിടെ എത്ര വലിയ പവർ വന്നാലും നിങ്ങൾ പേടിക്കരുത്. ഇതിന് ലാസ്റ്റ് 2 അക്കത്തിന് ഇങ്ങനെ എടുത്തോണ്ട് വരണം. 76. ഓക്കെ, ഇവിടെ എത്ര വലിയ പവർ വന്നാലും ഇപ്പൊ 6576 ആയിരുന്നെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ആരെ മാത്രം എടുത്താൽ മതി? ലാസ്റ്റത്തെ 2 അക്കം മാത്രം. ലാസ്റ്റത്തെ 2 അക്കം എടുത്തോണ്ട് വന്നിട്ട് 4 കൊണ്ട്, കാരണം ഇവിടെ 4 ഡിജിറ്റ് ആണ്, 4 എണ്ണം ആണുള്ളത്. 2, 4, 8, 6 എന്നുള്ള 4 നമ്പർ ഉള്ളത് കൊണ്ട് 76നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 76നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഒരു പ്രാവശ്യം 4, 3, 36. 4s are 36. റിമൈൻഡർ എത്ര കിട്ടി? 19. റിമൈൻഡർ 0. 0 കിട്ടിയാൽ ലാസ്റ്റ് വന്നേക്കുന്നത് 16 എഴുതത്തില്ല, നമ്മൾ 6 എന്ന് എഴുതിയാൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എഴുതിയാൽ മതി. മനസ്സിലായോ? സർ മനസ്സിലായി. 0 വന്നാൽ 6 ആയിരിക്കും. ഇനി നോക്കാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ലാസ്റ്റത്തെ നമ്പർ 76, പവറിന്റെ ലാസ്റ്റ് നമ്പർ 76. 76നെ എടുത്തോണ്ട് പോയി ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ എത്ര കിട്ടിയത്? 0. റിമൈൻഡർ 0 വന്നാൽ ഇതിന്റെ 4th പവറിന്റെ യൂണിറ്റ് പ്ലേസ് ആയ 6 ആയിരിക്കും ആൻസറിന്റെ യൂണിറ്റ് പ്ലേസ്. റിമൈൻഡർ 0 കിട്ടിയാൽ 4th പവർ ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. 4th പവറിന്റെ യൂണിറ്റ് പ്ലേസ് ഏതാണോ, 4th പവർ എത്രയാണോ അതിന്റെ യൂണിറ്റ് പ്ലേസ് 6 ആണ്. ഇവിടെ 6 ആയിരിക്കും ആൻസർ. നമുക്ക് ഇവിടെ വന്നത് 76ന് പകരം 77 ആയിരുന്നെന്ന് വിചാരിക്കാം. 2:6577 വന്നായിരുന്നു. അപ്പൊ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് 77 ആയിരുന്നു. അപ്പൊ നമുക്കിവിടെ ആൻസർ 37. ഒരു റിമൈൻഡർ എത്ര വന്നു? റിമൈൻഡർ 1 വന്നു. 77 ആയിരുന്നെങ്കിൽ റിമൈൻഡർ 1 വന്നതിനായിരുന്നു. റിമൈൻഡർ 1 വന്നാൽ നമുക്ക് കണ്ട് ഇവിടെ 2:1. 1 വന്നാൽ 1, 2 യൂണിറ്റ് പ്ലേസ് 2 ആയിരിക്കും. 1 വന്നാൽ യൂണിറ്റ് പ്ലേസ് 2, 2:1. ഈ റിമൈൻഡർ ഇവിടെ നോക്കിയാൽ മതി. റിമൈൻഡർ 1 വന്നാൽ 2, റിമൈൻഡർ 2 വന്നാൽ 4, റിമൈൻഡർ 3 വന്നാൽ 8. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. എടുത്ത് പവറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റിനെ ചെയ്യേണ്ട വിധമാണ് ഞാൻ പറഞ്ഞത്. 2ന്റെ പവറിനെ എടുക്കുക. അതായത് 2ൽ എൻഡ് ചെയ്യുന്ന ഏത് നമ്പർ ആയാലും, 2ൽ എൻഡ് ചെയ്യുന്ന ഏത് നമ്പർ ആയാലും അതിന്റെ പവറിന്റെ ലാസ്റ്റ് 2 അക്കം മാത്രം എടുത്താൽ മതി. മൊത്തത്തിലൊന്നും ഡിവൈഡ് ചെയ്യണ്ട. പവറിന്റെ ലാസ്റ്റത്തെ 2 അക്കം, അതായത് 10th പ്ലേസ് എടുത്തിട്ട് പോയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണെങ്കിൽ 2:1ന്റെ ഇത് എഴുതുക. 2 ആണെങ്കിൽ 2:2, 3 ആണെങ്കിൽ 2:3, 0 ആണെങ്കിൽ 2:4. ഓക്കെ ആണോ? പക്ഷെ അതൊന്നും കൂടി പറഞ്ഞേ. അല്ല, ഒന്നുകൂടി പറയൂ. ഒന്നുകൂടെ പറയാം. ഞാനത് കൺക്ലൂഡ് ചെയ്തില്ല. ഞാനത് ഒരു ഫസ്റ്റ് പ്രാവശ്യം പറഞ്ഞതേ ഉള്ളൂ. അതായത് റിമൈൻഡർ ആണ് ഞാൻ എഴുതുന്നത്. റിമൈൻഡർ 1 ആണെങ്കിൽ റിമൈൻഡർ ഉള്ളതാണ്. പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള പവറിനെ
4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പവർ ഡിവൈഡഡ് ബൈ 4. പവർ ഡിവൈഡഡ് ബൈ 4. റിമൈൻഡർ 1 ആണെങ്കിൽ 2 ആയിരിക്കും ആൻസർ. റിമൈൻഡർ 2 ആണെങ്കിൽ 4 ആയിരിക്കും ആൻസർ. 2⁴ ആണ് വന്നത് 4. റിമൈൻഡർ 3 ആണെങ്കിൽ 8 ആയിരിക്കും ആൻസർ. പിന്നെ വരാനുള്ള റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആണെങ്കിൽ 6 ആയിരിക്കും ആൻസർ. ഇതാണ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. യൂണിറ്റ് പ്ലേസ്. പവറിന്റെ ലാസ്റ്റ് രണ്ടക്കത്തിന് എടുത്തോണ്ട് പോയി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 1 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 2, റിമൈൻഡർ 2 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 4, റിമൈൻഡർ 3 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 8, റിമൈൻഡർ 0 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 6. ശരിയായോ? അടുത്ത നമ്പർ ഞാൻ പറയട്ടെ. നോട്ട് ചെയ്തോണേ. ഇനിയുള്ള നമ്മുടെ ആളാണ് 3. പറയൂ. ഇതെല്ലാം നമ്മള് ഗ്രൂപ്പില് അയച്ചുതരൂ. അയച്ചുതരാം. 3 വരുമ്പോഴും 3⁻1 3 തന്നെ. 4 പവർ ആദ്യത്തെ കണ്ടുപിടിക്കുന്നു. 3⁻2 9, 3⁻3 27 ആണ്. 7 മതി നമുക്ക്. 3⁻4 1. 4 പവറുകളുടെ 3⁻1 3 9 7 1 3 9 7 1 ആ ഓർഡർ തന്നെ വേണം. 3⁻1 3, 3⁻2 9, 3⁻3 7, 3⁻4 1. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 529 യൂണിറ്റ് പ്ലേസിലെ നമ്പർ എത്ര? അപ്പൊ നമ്മൾ മൊത്തം ചെയ്യേണ്ട 29 എടുക്കുന്നു. ഇവിടുത്തെ പവറിന്റെ ലാസ്റ്റ് രണ്ടക്കമായ 29 എടുക്കുന്നു. 29നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7 4s are 28. റിമൈൻഡർ 1. റിമൈൻഡർ 1 ആണെങ്കിൽ ഉത്തരവും എന്തായിരിക്കും? ഉത്തരത്തിന്റെ യൂണിറ്റ് പ്ലേസ് എന്തോ കേൾക്കാൻ വയ്യ. 5 ചെയ്യണ്ട, എളുപ്പവഴി പറഞ്ഞ ലാസ്റ്റ് 3 ഡിജിറ്റിനെ 3 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് വേണ്ടത് റിമൈൻഡർ ആണ്. 529നെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. 529നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 1 ആയിരിക്കും. ഈ 29 ലാസ്റ്റ് രണ്ടക്കത്തെ നമുക്ക് പരീക്ഷ USS എക്സാം ആണ്. എളുപ്പം ചെയ്യേണ്ടത് കൊണ്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു 3 ഡിജിറ്റിനെ 4 ഡിജിറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അതിന്റെ ലാസ്റ്റത്തെ രണ്ടക്കത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഈക്വൽ ആയിരിക്കും. റിമൈൻഡർ 1 വന്നാല് ഒറ്റയുടെ സ്ഥാനത്ത് 2 അല്ലേ? ഇത് 3 അല്ലേ? ക്വസ്റ്റ്യൻ 3ന്റെ അല്ലേ? 2ന്റെ ഓക്കെ ആണ് പറഞ്ഞത്. 2⁻1 ആണെങ്കിൽ 2 തന്നെ. ഇത് നമ്മൾ 2ന്റെ റൂൾ ഇവിടെ പറഞ്ഞു നിർത്തിയിട്ട് 3ന്റെ റൂളിലേക്ക് വന്നിരിക്കുകയാണ്. ക്ലിയർ ആയി. 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് ഈ 4 നമ്പർ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാത്ത, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നവരെല്ലാം ചെയ്യേണ്ടത് 4 കൊണ്ടാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ലാസ്റ്റ് എടുത്തത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് 6 നമ്പർ ആദ്യം പറഞ്ഞു. 0 1 5 6 അവർക്ക് ഒരു പ്രശ്നമില്ല. അവര് ഏത് പവർ വന്നാലും അവർ അത് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ 2 പവർ വരുന്നവരെ പറഞ്ഞു 4ഉം 9ഉം ആണെങ്കിൽ 4ന്റെ പവർ ഈവൻ ആണെങ്കിൽ 6, 9ന്റെ പവർ ഓഡ് ആണെങ്കിൽ 9, 9ന്റെ പവർ ഈവൻ ആണെങ്കിൽ 1. പേര് രാത്രി 2 പേരെയാണ് പറഞ്ഞത്, 2ഉം 3ഉം. ഇനിയുള്ള ബാക്കിയുള്ളത് 7ഉം 8ഉം ആണ്. 2 3 7 8ന്റെ പവറിനെ നിങ്ങൾ ചെയ്യണം. അത് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അതിന്റെ ലാസ്റ്റ് പവറിന്റെ ലാസ്റ്റ് രണ്ടക്കം എടുത്തോണ്ട് പോയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ കിട്ടും. കിട്ടിയില്ലെങ്കിലും ഒന്നെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ 1 2 3 4 വരാം. 4 വരത്തില്ല, 1 2 3 0. അപ്പൊ അതിനെ ആ നമ്പറിന്റെ പവറായിട്ട് എഴുതി ചെയ്താൽ കിട്ടുന്ന യൂണിറ്റ് പ്ലേസ് ഏതാണോ അതായിരിക്കും. 2 3 പറഞ്ഞു.
ലേക്ക് വരാം. സാർ 1 ആണെങ്കിൽ 3, 2 ആണെങ്കിൽ 9 ആണെങ്കിൽ 7, 4 ആണെങ്കിൽ 1 അങ്ങനെയല്ലേ? റിമൈൻഡർ 1 ആണെങ്കിൽ അത് ഞാൻ എഴുതാൻ പോകണേ. വേണ്ട, നോക്കിക്കും. റിമൈൻഡർ ആണ്. റിമൈൻഡർ 3യുടെ റൂളാണ് എഴുതുന്നത്. 1 ആണെങ്കിൽ 3, റിമൈൻഡർ 2 ആണെങ്കിൽ 9, റിമൈൻഡർ 3 ആണെങ്കിൽ 7, റിമൈൻഡർ 0 ആണെങ്കിൽ 1. റിമൈൻഡർ യൂണിറ്റ് പ്ലേസ്. 3, റിമൈൻഡർ 2 ആണെങ്കിൽ 9, റിമൈൻഡർ 3 ആണെങ്കിൽ 7. കാണാൻ പഠിക്കണ്ട, ചെയ്തു. ഇതിന്റെ പവറുകളാണ് ഇങ്ങനെ വരുന്നത്. കാലമായി ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ കാലഘട്ടം ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടി വരുന്നത്. ഉള്ളത് കൊണ്ടുമാണ് ഇങ്ങനെ സ്പീഡിലേക്ക് വരുന്നത്. നിങ്ങൾ കുറെ സ്വന്തമായി ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഉറയ്ക്കും. അടുത്ത നമ്പർ പറയാനോ? പറയാം സർ. അടുത്തതാണ് 2ഉം 3യും കഴിഞ്ഞു. ഇനിയുള്ളത് 7, 7 raised to 1, 7, 7 raised to 2, 49 and 9, 7 raised to 3, 9 into 7 ആണ്, 3 ആണ് വരുന്നത്. 7 raised to 4, 1. ഞാൻ യൂണിറ്റ് പ്ലേസ് മാത്രമേ എഴുതുള്ളൂ, നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ്. 7 raised to 1, 7, 7 raised to 2, 9, 7 raised to 3, 7 raised to 4ന്റെ യൂണിറ്റ് പ്ലേസ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 7, 9, 3, 1, 7, 9, 3, 1. 7 raised to 5,809. ഇങ്ങനെ കുറെ നമ്പർ അങ്ങ് വന്നോട്ടെ. ഓക്കെ, 58,965 വന്നു. നിങ്ങളിത് കണ്ട് ഞെട്ടുവെന്നും വേണ്ട. നിങ്ങൾ അതിന്റെ 65 എടുക്കുക. 65 എടുക്കുക, ഡിവൈഡഡ് ബൈ 4. ഒരു 4, 2, 25, 6 4s are 24. റിമൈൻഡർ 1 ആണെങ്കിൽ 7 raised to 1, 7. ആൻസർ എത്ര ആയിരിക്കും? 7 raised to 1. 7 raised to 1, 7. ആണോ? ക്ലിയർ ആണോ? ആര് കൊണ്ട്? ഹരി. ഈ 4 നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത് 4 കൊണ്ടാണ്, മാറ്റമൊന്നുമില്ല. പവറിനെ ഡിവൈഡ് ചെയ്യുന്നത് 4 കൊണ്ട് തന്നെ. ഫസ്റ്റ് പവർ എടുക്കണം. റിമൈൻഡർ 2 വന്നാൽ സെക്കൻഡ് പവർ, 7ന്റെ പവറിന്റെ യൂണിറ്റ് പ്ലേസ് 9. 7 raised to 3 വന്നാൽ, അതായത് റിമൈൻഡർ ഇവിടെ 1ന് പകരം 3 ആണ് വന്നെങ്കിൽ ഈ 3 ഇതായിരിക്കും ഉത്തരത്തിന്റെ യൂണിറ്റ് പ്ലേസ് 3 ആയിരിക്കും. എങ്കിൽ 7 raised to 4ന്റെ ഉത്തരത്തിന്റെ അവസാനമായ 1 അതായിരിക്കും ഇവിടുത്തെ ഉത്തരം. ന് പകരം 64 ആയിരുന്നെങ്കിൽ ഇവിടെ 1 വന്നേനായിരുന്നു. കേൾക്കാൻ വയ്യ? പറ. വരത്തില്ലല്ലോ, റിമൈൻഡർ 4 വരത്തില്ലല്ലോ. റിമൈൻഡർ 4 അല്ല, 0. റിമൈൻഡർ 0 വരുമ്പോ 4th പവർ എടുക്കണം. ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും റിമൈൻഡർ ആരൊക്കെ വരത്തുള്ളൂ? 0യും 1ഉം 2ഉം 3ഉം വരെ വരത്തുള്ളൂ. 4നേക്കാൾ വലിയ റിമൈൻഡർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരത്തില്ല. 0, 1, 2, 3 ഈ ആൻസറുകളെ വരത്തുള്ളൂ. 0 ആണ് റിമൈൻഡർ എങ്കിൽ ഇവിടെ 1 ഈ ലാസ്റ്റത്തെ 4th പവർ. എട്ടിലേക്ക് പോവാം. 8 to 1, 8. 8 raised to 2, 64ന്റെ 4. 8 raised to 3, 4 into 8. സാർ, പറ. ഞാൻ ഇവിടെ എനിക്കൊരു കോള് വന്നോണ്ട് 7ന്റെ കേട്ടില്ല, ഒന്നുകൂടെ ഒന്ന് പറയൂ. എനിക്കും സർ. അത് പറയാം, റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഒരു സെക്കൻഡ് 8ന്റെ പറഞ്ഞിട്ട് നമുക്ക് 7ന്റെ പറയാം. മൊത്തം ഒന്നുകൂടെ പറയുന്നുണ്ട്. 8 raised to 1, 8 raised to 2, 8 raised to 3, 8 raised to 4. സാർ ബോർഡ് കാണുന്നില്ല, ഫുൾ പ്ലെയിൻ. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് മാറ്റാം. 8 raised to 1, 8. ഓക്കെ,
8^4 64ന്റെ 4 യൂണിറ്റ് പ്ലേസ് ആണ് എഴുതുന്നത്. 8^3യുടെ യൂണിറ്റ് പ്ലേസ് 2, 8^4ന്റെ യൂണിറ്റ് പ്ലേസ് 6. എഴുതുകയാണ്. 8^572 അല്ലെ വേണ്ട, രണ്ടെണ്ണം കൂടെ എഴുതിയേക്കാം. 57,241ന്റെ യൂണിറ്റ് പ്ലേസിൽ ആര്? 41/4. വെരി ഗുഡ്. 41/4. 41/4 ഒരു 4 10 40 റിമൈൻഡർ 1. റിമൈൻഡർ 1 വന്നാൽ ആരായിരിക്കും? 8. റിമൈൻഡർ 2 വന്നായിരുന്നല്ലോ. 4. റിമൈൻഡർ വന്നാൽ 2. റിമൈൻഡർ 0 വന്നാൽ 6. വെരി ഗുഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ 1 മുതൽ എല്ലാ നമ്പറും ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. ആദ്യം പറഞ്ഞ നമ്പേഴ്സ് അത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിരിക്കും. 0, 1, 2, 6. ഇവരുടെ ഈ നമ്പറിൽ എന്ത് ചെയ്യുന്ന ഏത് നമ്പർ വന്നാലും അവരുടെ യൂണിറ്റ് പ്ലേസിൽ മാറ്റമില്ല. ഡസ് നോട്ട് ചേഞ്ച് ഇൻ ദി യൂണിറ്റ് പ്ലേസ്. ഡസ് നോട്ട് ചേഞ്ച്. അടുത്ത നമ്പർ 4/4ന്റെ ഓഡ് ആണെങ്കിൽ 4 തന്നെ. 4ന്റെ പവർ ഈവൻ ആണെങ്കിൽ 6. ക്ലിയർ ആണോ? അടുത്ത നമ്പർ 9 ആണ്. 9 തന്നെ. 9 ഈവൻ ആണെങ്കിൽ 1. 9 ഓഡ് ആണെങ്കിൽ 9, 9 ഈവൻ ആണെങ്കിൽ 1. പറയുന്നത് ലാസ്റ്റ് കേൾക്കാത്തവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പ്രാവശ്യം കൂടെ പറയാണ്. 2ന്റെ ആണ്. 2ന്റെ റൂളാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട വർക്ക് പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ ആണ് ഞാൻ എഴുതുന്നത്. റിമൈൻഡർ 1 വന്നാൽ 2 തന്നെ. റിമൈൻഡർ 2 വരുവാണെങ്കിൽ 2^4. റിമൈൻഡർ 3 വരുവാണെങ്കിൽ റിമൈൻഡർ 0 വരുവാണെങ്കിൽ 6 എന്ന് വിചാരിക്കുന്നത്. യൂണിറ്റ് പ്ലേസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ പറയുന്ന എല്ലാത്തിനും. ഇനി 2 കഴിഞ്ഞു. അടുത്തത് 3 ആയിരുന്നു. ആണ് ഞാൻ എഴുതുന്നത്. ത്രീയുടെ നമ്മൾ റിമൈൻഡർ 1 ആണെങ്കിൽ 3 തന്നെ. റിമൈൻഡർ 2 ആണെങ്കിൽ 9. റിമൈൻഡർ 3 ആണെങ്കിൽ 7. റിമൈൻഡർ 0 ആണെങ്കിൽ 1. ഓക്കെ ആണോ? 3യുടെ നോട്ട് ചെയ്തോണേ. അടുത്ത നമ്പറാണ് 3 കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് 7 ആണ്. 7ന്റെ കേൾക്കാത്തവര് വർക്കെല്ലാം ഒരുപോലെയാണ്, മാറ്റമൊന്നുമില്ല. യൂണിറ്റ് പ്ലേസ് 7ന്റെ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ 7 തന്നെ. റിമൈൻഡർ 2 ആണെങ്കിൽ 49 ആയിരിക്കും. റിമൈൻഡർ 3 ആണെങ്കിൽ 0 ആണെങ്കിൽ 1 ആയിരിക്കും. സർ, ഇതിന്റെ നോട്ട്സും വർക്കൊക്കെ ഇതിലെ ഗ്രൂപ്പിലിടോ?
ഇടാം. ഇടാം, മോഡൽ ടെസ്റ്റ് പോലെ ഇടാം, പറഞ്ഞുതരാം. സാറ് ഇവിടെ ചെയ്ത ഈ വർക്കൊക്കെ ഗ്രൂപ്പിലിടാൻ പറ്റുമോ? ഈ നോട്ട്സ് ഒക്കെ നോട്ട്സ് ഇടാം. നിങ്ങള് പിന്നെ മറ്റേ ഒരുപാട് ഇപ്പം ക്വസ്റ്റ്യൻ മോഡലുകൾ വരുന്നുണ്ട്. ആ മോഡൽസിനകത്തെല്ലാം ഇതേലത്തെ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാകും. ഇതേലത്തെ ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ഉണ്ട് നിലവിൽ. നിങ്ങൾ അത് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ നോക്ക്. സാറേ അതിന്റെ ഉത്തരങ്ങൾ കൂടെ ഒന്നിടാമോ? ഇടാം. നിങ്ങൾ ആ ഗ്രൂപ്പ് ഞാൻ അടുത്ത ബാക്കി ഇതോട് 9 പറഞ്ഞു. 9 ഇനിയുള്ള ഏതാ? 8. റിമൈൻഡർ യൂണിറ്റ് പ്ലേസ്. റിമൈൻഡർ 1 ആണെങ്കിൽ 8, റിമൈൻഡർ 2 ആണെങ്കിൽ എത്രയായിരിക്കും? റിമൈൻഡർ 2 ആണെങ്കിൽ 4, ആണെങ്കിൽ 2, റിമൈൻഡർ 0 ആണെങ്കിൽ 6. ഇതാണ് 8ന്റെ റൂള്. ഇതാണ് നിങ്ങളെ സംബന്ധിച്ച്. ഇത്രയാണ് നമ്മുടെ 4 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ളവരുടെ റൂൾ. അതായിരിക്കും പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇവർ രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷൻ ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം നമുക്ക്. ഇങ്ങനെ ചോദിക്കാം: 726 into 9⁻70. അപ്പൊ 26നെ പോക്ക് കാണിക്കാമോ? ഓക്കെ ആണോ? ഇനി ഒരു ചോദ്യം വരാം. 2⁻726 into 9⁻484. 2ന്റെ പവർ 26 ആണ്. 26നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ്. അപ്പൊ ഇവിടുത്തെ ബാക്കി വരുന്നത് 4ഉം 9ന്റെ ഈവൻ ആണ്. 9ന്റെ ഈവൻ എന്ന് പറഞ്ഞാൽ നോക്കുക, 9ന്റെ ഈവൻ 1 ആണ്. 1 4 into 1 4 ആയിരിക്കും ഉത്തരം. ഇതെല്ലാം ചോദ്യങ്ങളാണ് നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ആണ്. 2⁻726 into 9⁻, ചിലപ്പോ 1 2 ഇപ്പൊ 2 നമ്പർ പറഞ്ഞു, ചിലപ്പോ 3 നമ്പറിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ അതിന്റെ യൂണിറ്റ് പ്ലേസ് കണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിന്റെ യൂണിറ്റ് പ്ലേസ് ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കും. രണ്ട് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ ഞാൻ ആ ചോദ്യം ഒരു ചോദ്യം കൂടെ ഇടാം. 2⁻726 into 424 into 7⁻39. അപ്പം ഇവിടെ 26 2⁻4 ആണ്. ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 4 കണ്ടുപിടിക്കുന്നു. അതായത് 26നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ വരുന്നത് ഇൻറ്റു 24നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് 9⁻, എന്താണ് വരുന്നത്? ഈവൻ നമ്പർ ആണ്, 1 ആണ്. 7⁻39, 7⁻1 7, 7⁻2 7⁻3 എത്ര? അപ്പം ഇവിടെ വരുന്ന 3 ആണ്. നോക്ക്, 4 into 1 into 3 12 ആണ്. അപ്പൊ 2 ആണ് നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് പ്ലേസ് വരേണ്ടത്. 2 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. 3 നമ്പറിന്റെ ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 726 into 9⁻424 into 7⁻39. അപ്പൊ നമ്മളിപ്പോ പഠിച്ച റൂൾ പ്രകാരം ഇതിന്റെ എല്ലാം ഓരോ യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കുന്നു, ഇൻറ്റു ചെയ്യുന്നു. ആ ഉത്തരത്തിന്റെ യൂണിറ്റ് പ്ലേസ് അതായിരിക്കും ഓപ്ഷനിൽ നിന്ന് 2 ആയിരിക്കണം എടുത്ത് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഇന്ന് 2 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നത്. 2 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
പെർഫെക്റ്റ് സ്ക്വയറിനെ കണ്ടുപിടിക്കാൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് ഏതെന്ന് ചോദിക്കാം. നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ചോദിക്കാം, പെർഫെക്റ്റ് സ്ക്വയർ ആയത് ഏതാണെന്ന് ചോദിക്കാം. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. സമ്മിന്റെ പറഞ്ഞു, 5ൽ എൻഡ് ചെയ്യുന്നതിന്റെ പറഞ്ഞു, സീറോയുടെ കാര്യം പറഞ്ഞു. ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാതെ നിങ്ങൾ പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പ്രയാസമാണത്. അപ്പം അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് പ്ലേസ്, വലിയ പവർ, അതായത് റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷനിൽ എത്ര വലിയ പവർ വന്നാലും യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യനുകളും സാധാരണ USS പരീക്ഷയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ പരീക്ഷകളിലും ഉള്ള ചോദ്യങ്ങൾ 2 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത്യാവശ്യം പഠിച്ചാൽ മുന്നോട്ട് ഇതിപ്പോ USSന് മാത്രമല്ല വരുന്ന മത്സര പരീക്ഷകളിലെല്ലാം നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല വിദ്യാശംസകൾ ഉണ്ടാവട്ടെ. മെന്റേഴ്സിന്റെ ഭാഗമായി ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചത് വളരെ ഭാഗ്യമായി, നല്ല സന്തോഷത്തോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ട കുട്ടികളെ, രാജേഷ് സാറ്, റീഷ്മ ടീച്ചർ, പങ്കെടുത്ത കുട്ടികൾക്കും ക്ലാസ് എടുത്ത രാജേഷ് സാറിന് എല്ലാവർക്കും മെന്റേഴ്സ് കെയറുടെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു.